ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. നമ്മുടെ ഓട്സ് ഓംലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി ഓട്സ് ഓംലെറ്റ് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്സ് ഓംലെറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും 3/4 കപ്പ് ഓട്സ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ആ ഓട്സ് ഒന്ന് അത്രയും പാൽ ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കാവേ, ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാവേ. അപ്പോൾ ഇതേ അത്രയും പാൽ ഒഴിച്ച് നമ്മൾ ഈ ഓട്സ് ഒന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുവാണ്, നമ്മുടെ ഓട്സ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം ഓട്സ് കുതിരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള വെജിറ്റബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് നല്ലപോലെ ഇതേ സോക്ക് ചെയ്ത് കുതിർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയ സവോള നമ്മൾ അരിഞ്ഞത്, ഇനി ഒരു 2 സ്പൂണ് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത്, ഇനി നമ്മൾ ഒരു ചെറിയ തക്കാളി നമ്മൾ നല്ലപോലെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത്, ഇനി ഒരു പച്ചമുളക്, ഇനി നമ്മൾ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആ വെജിറ്റബിളിനും മുട്ടയ്ക്കും ഒക്കെ കൂടെ എന്തേലും വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒക്കെ അടിപൊളിയാണ് നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു. ഇനി ഒരു പാൻ വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് വെച്ചാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു ശകലം ബട്ടർ തൂത്ത് കൊടുക്കാതെ. നമ്മുടെ തണുത്തിരിക്കുക ബട്ടർ, അതുകൊണ്ട് ഫ്രിഡ്ജിനകത്തിരുന്നുകൊണ്ട് നമുക്ക് ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്ത് നമ്മുടെ പാൻ നല്ലപോലെ ബട്ടറൊക്കെ ഒന്ന് ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഓംലെറ്റിൻ്റെ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് സാധാരണ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ നമുക്കിതൊരു സ്പൂണ് വെച്ച് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുക്കാം. എന്നാൽ ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇത് ഒരെണ്ണം മതി രാവിലെ വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്കും ഒക്കെ ആണെങ്കിലും നല്ലപോലെ വിശപ്പ് പോവുകയും വയറ് നിറയുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഓംലെറ്റ് എന്തായാലും നമുക്കൊന്ന് നോക്കാവേ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിടാമേ. ഇങ്ങനെ നമുക്ക് മറിച്ചിട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മറിച്ച് നമ്മൾ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മറിഞ്ഞു പോകാം. നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്നിരിക്കട്ടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഹോട്ട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് തിരിച്ചിടാവേ. ഇത് നല്ല അടിപൊളിയായിട്ട് ഉള്ള നല്ല സൂപ്പറായിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡിയായി. നമുക്കൊന്ന് മുറിച്ച് കട്ട് ചെയ്ത് നോക്കാം. ഇതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലായിടവും വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്
ഇച്ചിരി മടിയൊക്കെയാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയൊന്ന് കഴിച്ചാൽ മതി. വയറും നിറയും, ഹെൽത്തിയാണ്, അടിപൊളിയാണ്, വെജിറ്റബിളും എല്ലാം ഉണ്ട്. ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.